ഉം, ഹായ്. ഞാനിവിടെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്നാണ് എൻട്രി കിട്ടിയത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് 50-70 ആണ് അത്. സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും റിസൾട്ട് ആകുമ്പോൾ വരാം. ഉം, ഹായ്. ഉം, ഇതിപ്പോൾ എന്താണ് എൻട്രി ചെയ്തതെന്നുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ. പ്രൈസ് ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് റിട്രേസ്മെന്റ് വന്നിട്ട് റിജക്ഷൻ ബ്ലോക്ക് ടൈപ്പ് ചെയ്ത് എന്നിട്ട് 1 മിനിറ്റിൽ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടിയത് അക്സെപ്റ്റ് ചെയ്യാം. ഇത് പ്രൈസ് ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടി. പ്രൈസ് ഏത് രീതിയിലായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പ്രൈസ് താഴ്ത്തായിട്ട് വന്നു. പിന്നെ പ്രൈസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ ട്രേഡ് ഒരു വേസ്റ്റ് ട്രേഡ് എന്നാണ് പറയാം ഈ മാസത്തെ. എന്താണെന്നുള്ള റീസൺ പ്രൈസ് ഞാൻ പറഞ്ഞായിരുന്നു. ഈ പ്രീ മാർക്കറ്റിൽ 50 മിനിറ്റ് ഷിഫ്റ്റ് കിട്ടിയാൽ പ്രൈസ് എനിക്ക് സെൽസ് ആയിട്ടാണ് കാണേണ്ടതെന്ന്. ഷിഫ്റ്റ് കിട്ടി, പ്രൈസ് റിട്രേസ്മെന്റ് വന്ന് യോബിന്ന് റിയാക്ഷൻ കിട്ടിയില്ല. പിന്നെ കിട്ടിയ ഏതൊരു റിജക്ഷൻ ബ്ലോക്ക് ചെയ്യുന്ന റിജക്ഷൻ ബ്ലോക്ക് ചെയ്തേ ഈ ഒരു 3-1 ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് 3-1 ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു OB ഷിഫ്റ്റ് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. OB ഷിഫ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു OB ഫോം ആവുന്നെങ്കിൽ അത് ഒരു റീസൺ ലിക്വിഡിറ്റി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇവിടെ നിന്ന് താഴത്തേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു അങ്ങനത്തെ OB കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഇത് OB ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സാധനം വരുന്നു. പക്ഷേ ഞാൻ അത് എങ്ങനെ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് SMT ഡൈവർജൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് DXYയിൽ ഇത് എടുത്തിട്ടുണ്ട്. DXY നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ എൻട്രി ഇല്ല. DXY നോക്കിയതുകൊണ്ട് ആണ് എൻട്രി എനിക്കിന്ന് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പ്രൈസ് റീട്രേസ് ചെയ്ത് താഴേക്ക് വന്ന് പ്രൈസ് വീണ്ടും റിയാക്ഷൻ റീട്രേസ് ചെയ്താൽ ഇവിടെ നിന്ന് താഴത്തേക്ക് പോകണമെന്നായിരുന്നു ഒരു വ്യൂ. മാർക്കറ്റ് ഇവിടുമ്പോൾ വന്നിട്ട് വീണ്ടും താഴത്തോട്ട് പോയി. ആ ടൈമിന് ഞാനിവിടെ SL ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലേക്ക് എത്രയാണ് 28 പോയിന്റ് 28 വിപ്പറ്റി 2.8 പിപ്പിലായിട്ട് ഇറക്കി വെച്ചായിരുന്നു. ഹാഫ് ഓഫ് ദ SL അത്രയും വെച്ച് റിസ്ക് കുറക്കാന്നുള്ള രീതിയിൽ പ്രൈസ് അത് കഴിഞ്ഞിട്ട് എൻ്റെ SL എടുത്ത് എൻ്റെ പ്രൈസ് താഴ്ത്തിട്ട് വന്ന് പിന്നെ വീണ്ടും മുകളിലോട്ട് പോയി.
എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ റോള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പക്കായിട്ട്. ഇപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ DXY എടുത്ത് കളഞ്ഞിട്ടുണ്ട്. യൂറോ മാത്രം, ഞാൻ ഇത്ര നാൾ യൂറോ മാത്രം നോക്കുകയുള്ളായിരുന്നു. ഈ ആഴ്ചയാണ് ഞാൻ DXY നോക്കാൻ തുടങ്ങിയത്. ഒരാഴ്ചയില്ലായിരുന്നു. പ്രൈസ് ഇപ്പോഴും എനിക്ക് കാണേണ്ടത് സെൽ സൈഡിലേക്ക് തന്നെയാണ്. കാരണം പ്രൈസ് ബൈ സൈഡിലേക്കുള്ളതൊന്നും കിട്ടിയിട്ടില്ല. ബൈ സൈഡിലേക്ക് വല്ലതും കിട്ടണമെങ്കിൽ നല്ല ലിക്വിഡിറ്റി ഇമിറ്റേഷൻ വേണം. കിട്ടാതെയും പോകാമല്ലോ. ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് വരെ വരണമെന്നാണ് എൻ്റെ ഒരു വ്യൂ. പ്രൈസ് ഇനി മുകളിലോട്ട് പോകാം. ഈ ഒരു ഇവിടെ നിന്ന് ഷിഫ്റ്റ് കിട്ടാനാണെങ്കിൽ. എടേ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. ഷോ ഓൺ ട്രേഡ് ആയിരുന്നു. അത്രേ ഉള്ളൂ.